ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് ഗണിതത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. സെക്കൻഡ് ടേം എക്സാമിന് അഥവാ ക്രിസ്മസ് എക്സാമിലെ 2ാം പാദവാർഷിക മൂല്യനിർണ്ണയം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിലെ ആൻസേഴ്സും ചെക്ക് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒരു സ്കൂളിൽ നിന്നും 40 കുട്ടികളും 5 അധ്യാപകരും പഠനയാത്രക്ക് പോയി. വാഹനത്തിന് 2 ദിവസത്തേക്ക് 8000 രൂപയും താമസത്തിന് ആകെ 3025 രൂപയും പ്രവേശന ടിക്കറ്റുകൾക്ക് ആകെ 3285 രൂപയും ചെലവായി. ചോദ്യം എ: വാഹനത്തിനും താമസത്തിനും പ്രവേശന ടിക്കറ്റുകൾക്കും കൂടി ആകെ എത്ര ചെലവായി? വാഹനത്തിന് 2 ദിവസത്തേക്ക് 8000, പിന്നെ താമസത്തിന് എത്രയാണ്? 3025. പ്രവേശന ടിക്കറ്റിന് എത്രയാണ്? പ്രവേശന ടിക്കറ്റിന് 3285. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ ആകെ തുക നമുക്ക് കിട്ടില്ല. ആകെ എത്ര ചിലവായി? ചിലവായിട്ടുള്ള എല്ലാ പൈസയും എല്ലാ ക്യാഷും കൂടി നമുക്ക് ആഡ് ചെയ്താൽ ഇതിലെ കൂട്ടി നോക്കിയാൽ മൊത്തത്തിൽ ചിലവായത് കിട്ടും. 8000 പ്ലസ് 3025 പ്ലസ് 3285 ഈക്വൽ ടു നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യാൻ അറിയില്ലേ? പ്ലസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? 14310. 14310 14310 രൂപ എന്ന് കിട്ടും അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. ഈ പൈസ ചെലവഴിച്ചിട്ടുള്ള എല്ലാ പൈസയും ടോട്ടല് കൂട്ടി നോക്കിയാൽ നമുക്ക് ആകെ ചെലവഴിച്ച പൈസ എത്രയാണെന്നുള്ളത് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒരാൾക്ക് ഭക്ഷണത്തിന് 2 ദിവസവും കൂടി 150 രൂപയാണ് ചിലവായതെങ്കിൽ ഭക്ഷണത്തിന് ആകെ എത്ര രൂപ ചെലവായി? 2 ദിവസത്തിനോട് 150 രൂപ, ഭക്ഷണത്തിന് മാത്രമുള്ളതാണ് ചോദിച്ചത്. 150 രൂപയാണെങ്കിൽ എത്ര കുട്ടികളും എത്ര അധ്യാപകരും ഉള്ളത്? 40 കുട്ടികളും 5 അധ്യാപകരും അല്ലേ? അപ്പോൾ 45 അല്ലേ? കുട്ടികളും അധ്യാപകരും 45 ആളുകളാണുള്ളത്. അപ്പോൾ 45 ആളുകൾക്ക് 150 രൂപയാണെങ്കിൽ 2 ദിവസത്തിന് എത്രയായി? 45 × 150 അല്ലേ? ഭക്ഷണത്തിൻ്റെ മാത്രം തുക അല്ലേ? ഭക്ഷണത്തിന് ചിലവഴിച്ചത് 150 രൂപയാണ്. 45 × 150 ചെയ്താൽ 8100 രൂപ എന്ന് ആൻസർ കിട്ടും. ഗുണിച്ചു നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. പ്രവേശന ടിക്കറ്റിന് ഒരാൾക്ക് എത്ര രൂപയായി? പ്രവേശന ടിക്കറ്റിന് ആകെ 3285 രൂപയായിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് എത്രയായി? ആകെ എത്ര ആളുകളാണുള്ളത്? 45 അല്ലേ? 40 കുട്ടികളും 5 അധ്യാപകരും, അങ്ങനെ 45 ആളുകളാണ് ആകെ ഉള്ളത്. അപ്പോൾ ആകെ ചിലവായ തുകയാണ് ഇത്. അപ്പോൾ ഒരാൾക്ക് ചിലവായത് അറിയാൻ 3285 ഡിവൈഡഡ് ബൈ ഹരിക്കണം 45. അപ്പോൾ 3285നെ 45 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 73 രൂപ എന്ന് ആൻസർ കിട്ടും, ഉത്തരം കിട്ടും. നമ്മുടെ ഭിന്നസംഖ്യ എന്നുള്ള പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരാൾക്ക് എത്ര രൂപയായില്ലേ? ഒരാൾക്ക് എത്ര പീസ് കിട്ടി എന്നുള്ളതിന് നമ്മൾ ആകെ എത്ര ചിലവായില്ലേ? പ്രവേശന ടിക്കറ്റിനാണ് ഒരാൾക്ക് എത്ര കിട്ടി. അപ്പോൾ ആകെ പ്രവേശന ടിക്കറ്റിന് ചിലവായത് 3285 രൂപയാണ്. അപ്പോൾ 3285 ബൈ എങ്ങനെ ഭിന്നരൂപത്തിൽ ഇത് ആകെ എത്ര കുട്ടികൾക്കാണ് വീതിക്കേണ്ടത് അല്ലെ? എത്ര ആളുകൾക്കാണ് വീതിക്കേണ്ടത്? ഇവിടെ എത്ര ആളുകളാണുള്ളത്? 40ഉം 5ഉം അല്ലേ? 45 ആളുകൾക്കാണ് വീതിക്കേണ്ടത് അല്ലെ? 45 ആളുകൾക്കും ടിക്കറ്റ് വീതിക്കണം. അപ്പോൾ ആകെ ആയത് 3285 ബൈ 45. നമ്മുടെ കേക്കാണ് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എത്ര കേക്കുകൾ ഉണ്ട് അല്ലേ? ആകെ തുക മുകളിൽ എഴുതും. എത്ര ആളുകൾക്കാണോ വീതിക്കേണ്ടത് അത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതും. അതുപോലെ തന്നെ 3285 രൂപയാണ് ആകെ ആയത്. അത് 45 ആളുകൾക്കാണ് വീതിക്കേണ്ടത്. അപ്പോൾ ബൈ 45. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപയായി എന്നുള്ളത് ഇങ്ങനെ ബൈ 45 ഒരാൾക്ക് അങ്ങനെ എഴുതിയാലും മതി. ഹരിക്കാൻ അറിയെങ്കിൽ അത് ഹരിച്ചിട്ട് അതിൻ്റെ ഉത്തരം കൂടി എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ വൃത്തത്തെ 8 സമഭാഗങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ വൃത്തത്തെ 8 ഭാഗങ്ങൾ 8 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യനെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഇതെത്ര ഭാഗങ്ങളാണ്? 8 ഭാഗമാക്കിയിട്ടുണ്ട്. ആ 8 ഭാഗത്തിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 1, 2, 3 ഭാഗമാണ് കളർ ചെയ്തത്, ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഭിന്നരൂപത്തിൽ എങ്ങനെ ചെയ്താൽ 8 ഭാഗത്തിൽ 3 ഭാഗം 8ൽ 3 3/8 3/8 എന്ന് എഴുതാം. ഫ്രാക്ഷൻ രൂപത്തിൽ അല്ലെ? ഭിന്നസംഖ്യാ രൂപത്തിൽ 8 കഷ്ണമുള്ളത് 1, 2, 3, 4, 5, 6, 7, 8 8 കഷ്ണമാണ് ആക്കിയത്. 8 സമഭാഗങ്ങൾ, അതിൽ 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. അതായത് 8ൽ 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ഇത്രയും ഭാഗമുണ്ട്. 1, 2, 3, 4, 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. 5 ഭാഗം ഷെയ്ഡ് ചെയ്തില്ല. ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 8 ആകെ എത്ര ഭാഗമുണ്ട് അത് താഴെ എഴുതുക. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തത് ചോദിച്ചാൽ ആദ്യം എഴുതി. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗങ്ങൾ എത്രയുള്ളത്? 1, 2, 3, 4, 5 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 8ൽ 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. 5/8. സി: വൃത്തത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ താഴെ കൊടുത്തവയിൽ ഏതാണ്? വൃത്തത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ 8 ഭാഗമുണ്ട്. ആ 8 ഭാഗത്തിൽ 4 ഭാഗം ഷെയ്ഡ് ചെയ്യണം, എന്നാലല്ലേ പകുതി ആവുള്ളൂ അല്ലെ? ഒരു വൃത്തത്തിന്റെ പകുതി 8 ഭാഗമാണുള്ളത്. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ? ഈ 4 ഭാഗവും ഷെയ്ഡ് ചെയ്യണം. 4 ഭാഗം ഫ്രീ ആയിരിക്കണം.
അപ്പം 4/8 4/8 ഏതാണ് ഇല്ലേ രണ്ടാമത്തത് 4/8 എന്നുള്ള രണ്ടാമത്തതാണ് വൃത്തത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ. പകുതി ഭാഗം 8-ൽ 4 അല്ലേ 4 അല്ലേ പകുതി. ഒരു ചതുരം വരച്ച് അതിൻ്റെ 3/5 ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഒരു ചതുരം വരക്കുക, അതിൻ്റെ 3/5 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അതായത് 5 ഭാഗം അടിയിലുള്ള 5 ഭാഗം ഉണ്ട്. 1 2 3 4 5 5-ൽ 3 ഭാഗം കളർ ചെയ്യണം. 2 അതിൽ 3 ഭാഗം ഫുള്ളായിട്ട് കളർ ചെയ്യണേ. അപ്പോൾ അതാ 1 2 3 4 5 5 ഭാഗമുള്ളൊരു ചതുരം വരച്ചു. അതിൽ 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. 3/5 എന്ന് പറഞ്ഞാൽ 5 ഭാഗം, അതിൽ 3 ഭാഗം കളർ ചെയ്യുക. 1 2 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മീറ്റർ റിബൺ 4 പേർ തുല്യമായി വീതിച്ചെടുത്തു. ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടും? അപ്പോൾ 3 മീറ്റർ റിബണാണുള്ളത് ആകെയുള്ള റിബണ്. അത് എത്ര ആളുകൾക്കാണ് വീതിക്കുന്നത്? 4 പേർക്കാണ്. അപ്പോൾ 3/4. നമ്മൾ എത്ര കേക്ക് ഉണ്ടോ, എത്ര സാധനം ഉണ്ടോ അത് മുകളിലേത്തുക, എത്ര ആളുകൾക്ക് വീതിക്കുന്നു അത് താഴെത്തുക. അപ്പോൾ 3 മീറ്റർ റിബണാണ്, 4 ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3/4. 3/4 മീറ്റർ ആണല്ലേ, 3 മീറ്റർ റിബണാണ്. അപ്പോൾ 3/4 മീറ്റർ. അത് മീറ്ററാണ്. 3/4 മീറ്റർ എന്നുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആണ്? അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ ഇത്രയും മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്കാക്കാൻ ഇതിനെ 100 കൊണ്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അപ്പോൾ 3/4 എന്നുള്ളതിനെ നമുക്ക് ഇതെന്താണ് ഭിന്നരൂപത്തിലാണല്ലേ. അപ്പോൾ ഭിന്നരൂപം മാറ്റണം. അപ്പോൾ 3/4നെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3/4. അപ്പോൾ 3/4നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 3-ൽ 4 ഇല്ലല്ലോ, 3-ൽ ഒറ്റ 4 ഇല്ല. അപ്പോൾ 0.4 ആണ്. അപ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 30-ൽ എത്ര 4 ഉണ്ട്? 7 4 28 അല്ലേ. 1 2 14 3 21 4 28. 30-ൽ എത്ര 4 ഉണ്ട്? 7 4 28. 30-ന്ന് 28 പോയാൽ 2. വീണ്ടും 2-ൽ എത്ര 4 ഉണ്ട്? 2-ൽ 4 ഇല്ലല്ലേ. അപ്പോൾ നമ്മളൊരു 0 കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ 20-ൽ എത്ര 4 ഉണ്ട്? 4 5 20. അപ്പോൾ 0.75 എന്ന് കിട്ടും. 0.75 മീറ്ററാണ് കിട്ടുക അല്ലേ. 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ 0.75 ഇൻറ്റു 100. അപ്പോൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങളാണുള്ളത്. അപ്പോൾ ഇൻറ്റു 100 കൊണ്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് പോവും. അതായത് 75 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് 3/4 മീറ്റർ അല്ലേ 3/4 മീറ്റർ എന്നുള്ളതിനെ 0.75 മീറ്റർ എന്ന് കിട്ടി. ആ 0.75 മീറ്ററിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 75 സെൻറ്റിമീറ്റർ. ബി ക്വസ്റ്റ്യൻ, 4 മീറ്റർ റിബൺ 3 പേർ തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടും? അപ്പോൾ 4 മീറ്റർ റിബൺ ആണുള്ളത്. ആകെ റിബണിൻ്റെ എണ്ണം എത്ര ആളുകൾക്കാണ് വീതിക്കുന്നത്? 3 പേർക്കാണ് വീതിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് എത്ര റിബൺ കിട്ടില്ലേ? ഒരാൾക്ക് കിട്ടുന്നത് കാണാൻ 4/3. ആകെ എത്ര ഉണ്ടോ അത് ബൈ എത്ര പേർക്കാണ് വീതിക്കുന്നത് അത് താഴെ എഴുതുക. അതായത് 4/3 മീറ്റർ. മലയാളത്തിൽ മീറ്റർ എന്ന് എഴുതണം. ഇംഗ്ലീഷിൽ ലെറ്റർ M നോട് ഡിനോട്ട് ചെയ്യും. 4/5 തുല്യമായ 2 ഭിന്നസംഖ്യകൾ എഴുതുക. അപ്പോൾ ഇതിന് തുല്യമായ 2 ഭിന്നസംഖ്യകൾ. അപ്പോൾ 4/5 നമുക്ക് എങ്ങനെ എഴുതാം? 4/5 എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 4-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 2 8. 5-ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10. 5 2 10 ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ 4-നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും താഴെയുള്ളതിന് മുകളിലുള്ളതിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി എഴുതാം. ഇനി 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 3 12 ഒരു സംഖ്യനെ ഗുണിക്കുക അല്ലേ. 3 കൊണ്ട് ഗുണിക്കുക. അതേപോലെ താഴെയുള്ള സംഖ്യനെ 3 കൊണ്ട് ഗുണിക്കുക അല്ലേ. 3 5 15. അപ്പോൾ ഇതൊക്കെ ഇതിന് ഈക്വലാണ്. അപ്പോൾ 2 ഭിന്നരൂപങ്ങൾ ഏതൊക്കെയാണ്? ഭിന്നസംഖ്യകൾ 4/5നെ 8/10 12/15 ആക്കിയിട്ട് എഴുതാം. ആദ്യം 2 സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 സംഖ്യയെയും 3 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ നമുക്ക് 2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ചെയ്തും താഴെയുള്ളതിന് മുകളിലുള്ളതിന് ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലേ. ഇതിനെ വെട്ടി ചെറുതാക്കിയിട്ട് ഇതിൻ്റെ നേർ പകുതിയാക്കിയിട്ട് എഴുതാം അല്ലേ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം ചിത്രത്തിൽ കാണുന്നത് പോലെ 2 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതിന് 20 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുണ്ട്. രണ്ടാമത്തേതിന് 72 ചതുരശ്ര മീറ്റർ പരപ്പളവുണ്ട്. ഒന്നാമത്തതിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതി അല്ലേ. നീളം എത്രയാണ്? 20 മീറ്റർ നീളവും 8 മീറ്റർ വീതി. അപ്പോൾ നീളം ഇൻറ്റു വീതി. നീളം ഇൻറ്റു വീതിയാണ് 20 ഇൻറ്റു 8 160 ചതുരശ്ര മീറ്റർ അല്ലേ. പരപ്പളവിൻ്റെ യൂണിറ്റ് എത്രയാണ്? ചതുരശ്ര മീറ്റർ. മീറ്റർ എന്ന് എഴുതുക. രണ്ടാമത്തതിൻ്റെ നീളം എത്ര? അപ്പോൾ ഈ രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളമാണ് ചോദിച്ചത്. ഇവിടെ പരപ്പളവ് 72 ചതുരശ്ര മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം 8 ആണെങ്കിൽ ഈ ഭാഗവും 8 ആണല്ലേ. അപ്പോൾ 8 മീറ്റർ വീതിയിലെ വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും 8 ആണ്.
നമുക്ക് വീതി ഇവിടെ എന്താണ് വീതിയും തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8 ആയിരിക്കും. അപ്പോൾ വീതി രണ്ടും 8 ആണ്. ഈ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നീളം കാണാൻ എന്താണ് പരപ്പളവ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, നീളം കാണാൻ എന്താണ് പരപ്പളവ് ഡിവൈഡഡ് ബൈ വീതിയിലെ ഈ ഇൻറ്റു വീതി എന്നുള്ളത് ഇങ്ങോട്ട് ഈക്വലിൻ്റെ അല്ലേ, സമഭാഗത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ വീതി എന്നാവും. അപ്പോൾ നീളം കാണാൻ എന്താണ് പരപ്പളവ് ബൈ വീതിയാണ്. അപ്പോൾ പരപ്പളവ് എത്രയാണ് 72 ആണ്, വീതി എത്രയാണ് 8 ആണ്. അപ്പോൾ 72/8 ആണ്. 72/8 എത്രയാണ് 9 ആണ്. 9 മീറ്റർ എന്ന് കിട്ടും. 72/8 9 മീറ്റർ അല്ലേ, നീളമാണ് ചോദിച്ചത്. ആകെ സ്ഥലത്തിൻ്റെ പരപ്പളവ് എത്ര? ഒന്നാമത്തതിൻ്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതി 20 × 8 എത്രയായിരുന്നു 160 ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തതിൻ്റെ പരപ്പളവ് എത്രയാണ് 72. അപ്പോൾ 160 + 72 എത്രയാണ് 232 ചതുരശ്ര മീറ്റർ. ചതുരശ്ര മീറ്റർ 232 അല്ലേ ആകെ പരപ്പളവ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവും കൂടി കൂട്ടിയാൽ നമുക്ക് ആകെ പരപ്പളവ് അല്ലേ ടോട്ടൽ കിട്ടും അല്ലേ. ആദ്യത്തിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ച് 160 അല്ലേ നീളം ഇൻറ്റു വീതി. രണ്ടാമത്തതിൻ്റെ പരപ്പളവ് 72 ഈ ബോക്സിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യന് ലാസ്റ്റ് പറയാമെന്ന് വെച്ചതാണ്. 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം വരക്കുക. അപ്പോൾ 6 സെൻറ്റിമീറ്റർ വ്യാസമാണ്, ആരമുള്ള വൃത്തമല്ല വരക്കാറിന്. അപ്പോൾ ആരാണെങ്കിൽ നമുക്ക് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിളിലെ ഒരു വൃത്തം കണ്ടിട്ട് വരച്ചാൽ മതി. 6 സ്കെയിലിൽ അടയാളപ്പെടുത്തിട്ട് കോമ്പസ് എടുത്തിട്ട് 6 എടുത്തിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. പക്ഷേ 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ വ്യാസമുള്ളത് വരക്കാൻ നമ്മൾ അതിൻ്റെ ആരെത്ര ആയിരിക്കും അല്ലേ, വൃത്തത്തിൻ്റെ വ്യാസം 6 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളമാണ് 6. അപ്പോൾ നമ്മുടെ ആരെത്ര ആയിരിക്കും ഇതിൻ്റെ പകുതി, ഇവിടെയും 3 ഇവിടെയും 3 ആയിരിക്കും. അപ്പം 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കോമ്പസ് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൃത്തം വരക്കാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നീളമുള്ള 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഒരു വൃത്തം വരക്കാം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വ്യാസം എന്തായിരിക്കും 6 ആയിരിക്കും അല്ലേ. 3 സെൻറ്റിമീറ്റർ ആരുള്ളത് വരച്ചാലാണ് മൊത്തം 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൃത്തം കിട്ടുക. ബി ക്വസ്റ്റ്യൻ മട്ടത്തിലെ മട്ടമല്ലാത്ത ഏതെങ്കിലും ഒരു മൂല ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മട്ടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ചെറിയ ദൂരം അല്ലേ. അപ്പം നിങ്ങൾ മട്ടത്തിൽ എവിടെയെങ്കിലും 3 പോയിൻറ്റ്സ് അല്ലേ, 3 ബിന്ദുക്കൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. ബിന്ദുക്കൾ പറഞ്ഞാൽ കുത്തുകൾ അല്ലേ. തുല്യ അകലത്തിലാണ്, അപ്പോൾ അകലം സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ അകലം തന്നെ ആയിരിക്കണം ഇവിടുന്ന് ഇവിടെ വരെയുള്ള അകലം. അപ്പോൾ 3 ബിന്ദുക്കൾ ഞാൻ അടയാളപ്പെടുത്തി. ഈ ക്വസ്റ്റ്യൻ ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു രൂപം വൃത്തത്തിനകത്ത് വരക്കുക. അപ്പോൾ ഇത് യോജിപ്പിച്ചിട്ട് ഒരു രൂപം വരക്കാനാണ്. ഫസ്റ്റത്തെ 2 പോയിൻറ്റ്സ് യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ വരക്കുക, പിന്നത്തെ 2 പോയിൻറ്റ്സ് യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ കൂടി വരക്കുക, ദെൻ മൂന്നാമത്തെ 2 പോയിൻറ്റ്സ് കൂടി യോജിപ്പിച്ചിട്ട് ഒരു പോയിന്റ് വരക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ, ഒരു ത്രികോണം കിട്ടും അല്ലേ. ഒരു രൂപം വൃത്തത്തിനകത്തൊരു രൂപമായില്ലേ, ട്രയാങ്കിൾ കിട്ടും. അല്ലെങ്കിൽ ഒരു ഷഡ്ഭുജം വരക്കാം അല്ലേ. നമ്മുടെ 3 ബിന്ദുക്കളെ ഇട്ടിട്ടുള്ളൂ, നിങ്ങളൊരു 6 ബിന്ദുക്കളിലെ 6 കുത്തുകൾ ഇടുകയാണെങ്കിൽ നമുക്കൊരു ഷഡ്ഭുജം, ഒരു ഹെക്സഗൺ വേണമെങ്കിൽ വരക്കാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരക്കാം. എന്ത് വരച്ചാലും നിങ്ങൾക്ക് എന്താണ് ഒരു മാർക്ക് കൂടി കിട്ടും. നിങ്ങൾ വരച്ചിട്ടുണ്ടോ, കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടോ എന്നുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആരെന്താണ് വ്യാസം എന്താണെന്ന് അറിയോ, അല്ലെങ്കിൽ ഇങ്ങനെ ബിന്ദുക്കൾ വരക്കാനും അത് യോജിപ്പിക്കാനും അറിയോ, കറക്റ്റായിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് വരച്ചാൽ മതി. ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.